ചേച്ചിക്ക് അതിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് അന്ന് എന്റെ എപ്പോഴും ഫേവറേറ്റ് റോബിൻ. അതെന്ന് വെച്ചാല് അത് റോബിൻ അങ്ങനെ ഒരു വെൽ പ്ലെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ളതുണ്ടല്ല, നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യത്വം ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവനെ ഞാൻ എന്റെ അനിയനായിട്ട് അങ്ങ് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അതിന് ഒരു 0.1% പോലും താഴോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ റിലേഷൻ, ഞങ്ങളുടെ ബോണ്ടിങ് അതുപോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ചേച്ചി, ഇത്തവണത്തെ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് നിങ്ങൾ അവിടെ ചെയ്തൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്ന ഒരു കാര്യവും പ്രേക്ഷകർ നിങ്ങളെ സ്വീകരിച്ചതിനുള്ള റീസണും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 റീസൺ ചേച്ചിനോട് ചോദിച്ചാൽ ചേച്ചി എന്തൊക്കെ പറയും? അവിടെ ചെയ്തതിൽ വെച്ചിട്ട് ഒന്ന് പോയി അതൊന്ന് ചേഞ്ച് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്, ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, നീ ഒരാളെ ക്രൂരമായിട്ട് പെരുമാറുന്നു, മനസ്സിലായി, അയാളുടെ ഒരു സ്വഭാവമല്ലേ. അത് ആ ഒരു സെൻസിൽ, അതായത് ഇപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ, ഞാൻ അപ്പൊ പറയുന്നത് തന്നെ ഇപ്പോഴും പറയാം, നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ മൂക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ നമ്മൾ തമാശയായിട്ട് പറയില്ലേ, അത്രയും ഞാൻ അതിന് ആ ഒരു ലാഘവത്തിലാണ് ഞാൻ പറയുന്നത്. നിന്റെ സ്വഭാവം കൊള്ളാത്തത്, നിനക്ക് ജന്മത്തിലെ നീ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്, ഹേർട്ട് ചെയ്യണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ ഹേർട്ട് ചെയ്തതിന്റെ ഒരു 10,000-ൽ 1 അംശം ഞാൻ തിരിച്ച് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചേച്ചി കെട്ടിപ്പിടിച്ച് ആ വാക്ക് ഭയങ്കരമായിട്ട് പോയി. അതുകൊണ്ടാണ് റിയാസിനെ ഞാൻ 2 പ്രാവശ്യം ഇമിറ്റേറ്റ് ചെയ്തപ്പോ റിയാസിന് അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ റിയാസിനെ മേക്കപ്പ് ചെയ്ത് ഒരുക്കി ഞാൻ ഇറക്കണമെങ്കിൽ എനിക്ക് അവനോട് അല്ല ഇടിച്ചിട്ട് കൊടുക്കല്ല, റിയാസിന് കോസ്റ്റ്യൂം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഉടുപ്പിച്ച് അവനൊരു പെറ്റിക്കോട്ട് പോലെ ഒരു ബനിയനൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബ്ലൗസ് ഒക്കെ ഇട്ടത്. ഇത് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണ് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ കോസ്റ്റ്യൂം ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുത്തു, എന്താ പറയാ, മുടി കുങ്കുമം വെച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെയാ സാരി ഉടുക്കാന്നുള്ള സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്ത് ഒരുക്കി ഇറക്കി കൊടുത്തത് ഞാനല്ലേ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യോ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവനെ ഇമിറ്റേറ്റ് ചെയ്തതും ഇല്ല. അപ്പം എന്റെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. റിയാസിന്റെ ഗ്രാഫ് ചേഞ്ച് ആയത് ആ ഒറ്റ എപ്പിസോഡില. പക്ഷേ എനിക്കത് തിരിച്ചു ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാനത് വിട്ടുകൊടുത്തു. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഞാനെന്ന് വെച്ചാൽ ഈ കോമഡി, ട്രോള്, ആരോഗ്യപരമായതെല്ലാം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനെ കുത്തി നോവിപ്പിക്കുന്നതല്ല. അപ്പം അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം അതാണ് എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളത്. ആ ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് വേഷമായിട്ടുള്ളൂ. പിന്നെ എന്താ ചോദിച്ചാൽ അടുത്തത് എന്തായിരുന്നു? ആളുകൾ ചേച്ചിനെ സ്വീകരിക്കാൻ കാരണം എന്റെ ജെനുവിനിറ്റി തന്നെയാണ്. അതായത് എനിക്കൊരു PR ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫാൻ പേജസ് വളരെ കുറച്ച് ഫാൻ പേജസ് മാത്രമാണുള്ളത്. എനിക്ക് വോട്ട് ചെയ്തതൊക്കെ വീട്ടമ്മമാരാണ്, അമ്മൂമ്മമാരാണ്, അപ്പൂപ്പന്മാരാണ്, അച്ഛന്മാരാണ്, പ്രായമുള്ളവരാണ്, കുടുംബങ്ങളിൽ നിന്ന് വന്നാണ്. അവരെല്ലാവരും അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. അത്രയും ദിവസവും ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഞാൻ നിന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും എന്റെ ജെനുവിനിറ്റി കൊണ്ടാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ അവിടെയും നിന്നിട്ടുള്ളത്. എന്താ പറയാ, ഒരു കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്, പേഴ്സണൽ ഹൈജീനെ കുറിച്ച് വളരെ ബോധമുള്ള ഒരാളാണ്, വൃത്തിബോധം, ഇരിക്കുന്ന പരിസരം. പല എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനിയും റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ്സിൽ എല്ലാവരും റെഡി ആവാനായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രമൊക്കെ മെസ്സിയാക്കി ആ സിങ്കിനകത്ത് നിറച്ചിട്ടിടും. അപ്പൊ ഇവർ പറയും വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ എക്സ്ക്യൂസ് പറയാം. ഞാൻ കിച്ചൺ ടീമിൽ പോലും ആയിരിക്കില്ല. എനിക്കത് അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ കാണുമോ എന്നൊക്കെ ഒരു എനിക്ക് അതെല്ലാം ഒരാളെ അതായത് ഒരാളെ കാണിക്കാനല്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃത്തിയാക്കുന്നത് എപ്പോഴും നമുക്ക് ആ വൃത്തി ബോധമുള്ളത് കൊണ്ടാണ്. ഇത് മറ്റൊരാൾ കാണും എന്നുള്ളത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വൈറ്റ് ഡ്രസ് ആണെങ്കിലും ഇട്ടിട്ട് അകന്നൊക്കെ നിന്നിട്ട് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തു പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ലക്ഷ്മി എന്ന് പറയുന്ന, പിന്നെ ഞാൻ എന്റെ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ, കുളിച്ചിട്ടേ വെള്ളം കുടിക്കുള്ളൂ, ഇതൊക്കെ നമുക്ക് വരുത്തി തീർത്ത് എത്ര ദിവസം ചെയ്യാൻ പറ്റും? പറ്റില്ല. അതെന്റെ ക്യാരക്ടറാണ്, അതെന്റെ ക്യാരക്ടറാണ്. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ. ചേച്ചി വൈൻഡ്
വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സ്റ്റിൽ എല്ലാവരും ചേച്ചിയുടെ എവിക്ഷനെ കുറിച്ച്, എവിക്ഷൻ അല്ല, ചേച്ചി 4th place അല്ലായിരുന്നു പോയത്. അപ്പം ആ ബുള്ളറ്റിൽ പോകുന്ന സാധനം കുറെ പേര് അത് ട്രോളായിട്ടൊക്കെ, ചേച്ചി അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ചേച്ചിക്ക് ഒരു ശകലമെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അത് പിന്നെ അതേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ട്രോൾ ആക്കില്ല. അതായത് എനിക്കറിയാം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഷോ തീരുവല്ലേ, ഞാൻ 4th പൊസിഷനിലാണ് എവിക്റ്റഡ് ആവുന്നത്. അപ്പം എനിക്ക് എവിക്റ്റഡ് ആകുമ്പോൾ ഒരു ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ ഒരു അമ്പരപ്പില്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങനെ പറ്റുമോ? ഒരാളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു പോലും ഒരാളുടെ വണ്ടിയുടെ പിന്നിൽ കയറി നമുക്ക് പറ്റില്ല. അപ്പൊ ഒന്നാമത് ലാംഗ്വേജ് അറിയില്ല, ഹിന്ദി ഒരു അക്ഷരം എനിക്ക് അറിയില്ല. അപ്പൊ ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയില്ല. മാത്രല്ല മുംബൈയിലായിരുന്നു. അപ്പൊ നമ്മളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ 5 പേര് മാത്രമാണ്. പിന്നെന്ന് വെച്ചാൽ മേക്കപ്പിന്റെ ആൾക്കാര്, കോസ്റ്റ്യൂമിന്റെ ആൾക്കാര്, പിന്നെ ഡാൻസേഴ്സ്, ഇങ്ങനെ കുറച്ച് പേരെ അകത്തേക്ക് കടത്തി വിടുമ്പോ ഓരോരുത്തരെ കാണുമ്പോഴും ഞങ്ങൾ ഭയന്ന് നിലവിളിക്കുകയായിരുന്നു. നമുക്ക് പുറത്തെ മനുഷ്യരായിട്ട് ബന്ധമില്ല. അത് ഈ പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല. ഞങ്ങള് ആരെയും കാണാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭയം എന്നെ അതിനകത്ത് ആ വണ്ടിയിൽ ഇരിക്കുന്നത് തന്നെ ഞാൻ ഒരുമാതിരി അള്ളിപ്പിടിച്ചിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് ആരുടെ യാത്ര പറഞ്ഞില്ല. ഇവരെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ള ഭയം ഉണ്ട്. അന്തർലീനമായിട്ട് എനിക്ക് ഭയമുണ്ട്. ഭയന്നാണ് ഞാൻ നോക്കുന്നത്, അതെനിക്കുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാല് എന്താ പറയാ, പിന്നെ ഇവരോട് ആരുടെ ഞാൻ യാത്ര പറഞ്ഞില്ല. ഹൗസിനോട് പോലും ഒന്നും യാത്ര പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ പോയപ്പോ എനിക്ക് അയ്യോ, ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് ആ ഇമോഷൻ എന്നിൽ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്, നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഈ വീട് നശിക്കപ്പെടും. അപ്പൊ ഇനി ഒരിക്കലും ഒരു ലൊക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതേസമയം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് ഇനി ആർക്കും ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പം അതെനിക്ക് ഭയങ്കര എനിക്ക് ഹൃദയത്തിൽ തറച്ചിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതൊരു കാര്യം. അടുത്തെന്ന് പറഞ്ഞാൽ ഇവരോട് ആരുടെയും യാത്ര പറഞ്ഞില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വെച്ചാൽ മാതങ്കി എന്ന് പേരിട്ട് ഒരു ചെടി, ഒരു കുഞ്ഞു ചെടിയാണ് അത് എടുക്കാൻ പറ്റില്ല. അതെനിക്ക് അവരെ ഒന്ന് ഏൽപ്പിക്കാൻ പോലും പറ്റില്ല. എന്റെ വിചാരം അവരിറങ്ങി വരുമ്പോ ഇതും കൊണ്ട് വരുമ്പോ എന്റെ സങ്കല്പം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞും വെച്ചിരുന്നു. അപ്പൊ അത് കൊണ്ടുവരണേന്ന് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാൻ പറ്റിയില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അല്ലെങ്കിൽ എനിക്ക് എന്താ ബോധമില്ലേ, ഏതാനും ഒരു 1 hourന്റെ ഉള്ളിൽ ഷോ വൈൻഡപ്പ് ആയി. 1 or 2 hours അതിന്റെ ഉള്ളിൽ അവരെല്ലാം പുറത്തേക്ക് വന്നു, കഴിഞ്ഞു, ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ എന്തിനാണ് അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, എന്തിനാ? അല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ? അത് ആരും ചിന്തിക്കുന്നില്ല. ചലഞ്ചർ ആയിട്ട് വിളിച്ചിട്ടുണ്ടോ ചേച്ചിനെ? വിളിച്ചിട്ടില്ല. ഇല്ല. വിളിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ചാലഞ്ചർ ഒക്കെ ആവാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് വിളിച്ചാൽ ഞാൻ ഇനിയും പോകും. എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന, പിന്നെ എന്താ പറയാ, ആ ഒരു നമ്മൾ ഈ ബഹളം, വഴക്ക്, പ്രശ്നങ്ങൾ, ഇമോഷൻസ്, പലതരം ഇമോഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്, ഒരു പീസ്നെസ് അല്ലേ. ഞാനും എൻ്റെ ഇന്നർ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന, ഈ കാട്ടിലൊക്കെ പോയി തപസ്സൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് എൻ്റെ ഉള്ളിൽ. കാരണം എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇവരാരും, എൻ്റെ കൂടെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവരോട് എനിക്ക് ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. ഈ ശരി തെറ്റുകളെല്ലാം നമ്മളോട് തന്നെയാണ് ചോദിച്ച് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചാൻസ് ഇനിയും വന്നാലും തീർച്ചയായിട്ടും ഞാനത് ചൂസ് ചെയ്യും. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് നന്നായി ലിമിറ്റഡ് ആയത്, എനിക്ക് പോണം. അത് ചേച്ചിയുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. ഓക്കെ മോളെ. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് നമ്മുടെ മൂവിക്കും എല്ലാത്തിനും നന്നാവട്ടെ. ഓക്കെ, അൾട്ടിമേറ്റ്ലി എനിക്ക് കാണണം ചേച്ചിനെ.